ഞാനിന്ന് ഉണ്ടാക്കുന്നത് സോയ ചക്സാണ് കേട്ടോ. യൂട്യൂബിൽ കണ്ടിട്ട് അതിൻ്റെ റെസിപ്പിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് സബോളയും ഉരുളൻകിഴങ്ങുമാണ് ഇട്ടേക്കുന്നത്. ഉരുളൻകിഴങ്ങ് ആദ്യം തന്നെ ഇട്ടതെന്ന് വെച്ചാൽ വേഗം വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതിലേക്ക് നമ്മൾ കുത്തുമുളകാണ് ഞാൻ അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഉണക്കമുളക് അതിൽ ജസ്റ്റ് ഒന്നിട്ട് ചൂടാക്കിയിട്ട് ഞാനത് മിക്സിയിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വേറെ വെളിച്ചെണ്ണ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഇട്ടതിൽ തന്നെ ജസ്റ്റ് അതൊന്ന് ചൂടാക്കിയിട്ട് ഞാനത് മാറ്റി മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാണ് കേട്ടോ ചെയ്യണത്. ഇനി ഇതേ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ നമ്മുടെ കുത്തുമുളക് അരച്ചതും ഇട്ടിട്ടോ. എനിക്കതൊന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. കുക്കിംഗ് എല്ലാം കൂടെ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ കുത്തുമുളക് ഇട്ടു, നമ്മൾ അരച്ച് ഒരു ഇത്തിരി വെള്ളത്തിൽ വെച്ചത്, അതിലിത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ടു, പിന്നെ ഇപ്പോഴത്തെ കരിവേപ്പിലും ഇട്ടു കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇടുന്നത് നമ്മുടെ ഗരം മസാല മാത്രമേ വേണ്ടൂ. മുളക് പൊടിയുടെ ആവശ്യമില്ല, കാരണം നമ്മൾ കുത്തുമുളക് ഇട്ടിട്ടുണ്ടല്ലോ ഓൾറെഡി. അതിലേക്ക് ഞാൻ അടുത്തത് ഇടാൻ പോണത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചത് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ, എനിക്ക് കാണിക്കാൻ പറ്റിയില്ല എന്ന് മാത്രം. അതിലേക്ക് ഇത് തക്കാളി ഒരു തക്കാളിയുടെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം ഇവിടെ വീട്ടിൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് ഫുൾ എല്ലായിടത്തേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ട്. ഞാനിവിടെ സോയ നമ്മൾ ചൂടുവെള്ളത്തിൽ എന്തെങ്കിലും ഒഴിച്ച് വെക്കുമല്ലോ, അത് ഒഴിച്ച് വെച്ചിട്ട് ഇതേ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്.